ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധ പദ്ധതികളിൽ ഒന്നായ തേജസ് ഇപ്പോൾ പുതിയ ട്വിസ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ്. എഞ്ചിൻ വൈകിയതിന്റെ പേരിൽ അമേരിക്കൻ കമ്പനിക്കെതിരെ നേരിട്ട് പിഴ ഈടാക്കുകയാണ് നമ്മുടെ ഇന്ത്യ. ഇനി ഈ പോരാട്ടം വെറും ടെക്നോളജിയുടേതല്ല, പണത്തിന്റെയും സമയത്തിന്റെയും ഗൗരവമായ ഒരു കണക്കുകൂട്ടലായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇപ്പോൾ ഔദ്യോഗികമായി ജനറൽ ഇലക്ട്രിക് എയറോസ്പേസിനെതിരെ പിഴ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. 2021 ഏകദേശം $716 മില്യൺ വിലമതിക്കുന്ന കരാറിലാണ് തേജസ് MK1 ക്ക് വേണ്ടിയുള്ള 99 F404 എഞ്ചിനുകൾ ഓർഡർ ചെയ്തത്. എന്നാൽ കരാറിൽ പറഞ്ഞ സമയപരിധികൾ പാലിക്കാത്തതിനാൽ ഓരോ പ്രശ്നങ്ങൾക്കും പിഴ ഈടാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിലെ ഏറ്റവും ആശങ്കാജനകമായ കാര്യം എന്താണെന്ന് പറയുമ്പോൾ, ഇത്രയും വലിയ കരാറിന് ശേഷവും ഇതുവരെ ലഭിച്ചത് വെറും 6 എഞ്ചിനുകൾ മാത്രമാണ്. ആദ്യ എഞ്ചിൻ പോലും 2025 മാർച്ചിലാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഓർഡർ ചെയ്ത 83 HAL തേജസ് MK1A വിമാനങ്ങളുടെ നിർമ്മാണം വലിയ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ഇതിനിടെ ആഗോള സപ്ലൈ ചെയിൻ പ്രശ്നങ്ങളാണ് ഈ മറ്റു പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ജനറൽ ഇലക്ട്രിക് വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്ക് വേണ്ടിയുള്ള ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്നും കമ്പനി വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. എന്നാൽ ഈ എഞ്ചിൻ ക്ഷാമം നേരിട്ട് ബാധിച്ചത് ഇന്ത്യൻ വ്യോമസേനയുടെ പദ്ധതികളെയാണ്. 2024 മാർച്ചിൽ തന്നെ ആദ്യ തേജസ് MK1A കൈമാറാനായിരുന്നു ലക്ഷ്യം. പക്ഷേ ഇന്നുവരെ ഒരു ഡെലിവറിയും നടന്നിട്ടില്ല എന്നതാണ് വസ്തുത. ഇപ്പോൾ ഏകദേശം 20 വിമാനങ്ങൾ നിർമ്മാണം പൂർത്തിയാകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. എന്നാൽ അവയിൽ വെറും 5 എണ്ണത്തിനാണ് എഞ്ചിൻ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. അതേസമയം 2026 അവസാനത്തോടെ 20 എഞ്ചിനുകൾ കൂടി നൽകുമെന്നും 2027 മുതൽ വർഷം തോറും 20-ലധികം എഞ്ചിനുകൾ നൽകുമെന്നും അമേരിക്കൻ കമ്പനി ഉറപ്പ് നൽകുന്നുമുണ്ട്. എന്നാൽ പ്രശ്നങ്ങൾ എഞ്ചിനുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. തേജസ് പദ്ധതിക്ക് മുന്നിലുള്ള മറ്റൊരു വലിയ വെല്ലുവിളി എന്താണെന്നാൽ ടെക്നിക്കൽ പരീക്ഷണങ്ങളുടെ വശങ്ങളിലുമുണ്ട്. പ്രത്യേകിച്ച് ASRAAM മിസൈലിന്റെ പരീക്ഷണങ്ങളും റഡാർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളും പൂർത്തിയാക്കേണ്ടത് നിർണായകമാണ്. ഇതെല്ലാം വിജയകരമായി പൂർത്തിയാക്കിയാൽ മാത്രമേ ഡെലിവറി ആരംഭിക്കാൻ കഴിയൂ. ഈ സാഹചര്യത്തിൽ അടുത്ത മാസം ഇന്ത്യൻ വ്യോമസേന പദ്ധതിയുടെ പുരോഗതി പൂർണ്ണമായി വിലയിരുത്താനാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഇത് തേജസിന്റെ ഭാവിയെ തന്നെ നിർണ്ണയിക്കുന്ന ഒരു നിർണായക ഘട്ടമായി തന്നെ മാറും. അതേസമയം മറ്റൊരു പ്രധാന അപ്ഡേറ്റ് കൂടിയുണ്ട്. നിലവിലുള്ള HAL തേജസ് MK1 വിമാനങ്ങൾ അടുത്ത ആഴ്ച മുതൽ വീണ്ടും പറക്കാൻ ഒരുങ്ങുകയാണ്. ബ്രേക്കിംഗ് സിസ്റ്റത്തിലെ സോഫ്റ്റ്വെയർ പിഴവിനെ തുടർന്ന് ഏകദേശം 2 മാസത്തോളം ഇവ നിലത്തിറക്കിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചതോടെ വീണ്ടും നമ്മുടെ സർവീസിലേക്ക് കയറാനായി ഇവർ കച്ചകെട്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ഇതിനിടയിൽ തേജസ് പദ്ധതിയെ ബാധിച്ച ചില സംഭവങ്ങളും ശ്രദ്ധേയമാണ്. 2025 ഡിസംബറിൽ നടന്ന ഒരു പ്രദർശനത്തിനിടെ ഒരു അപകടത്തിൽ നമ്മുടെ ഒരു പൈലറ്റിന് വീരമൃത്യു സംഭവിച്ചിരുന്നു. വലിയ ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അത്. 2024 തേജസ് അപകടം ഉണ്ടായിരുന്നു. എന്നാൽ പൈലറ്റിന് സേഫായി ഇജക്ട് ചെയ്യാൻ അന്ന് സാധിച്ചിരുന്നു. എന്നിരുന്നാലും ഈ വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയുടെ പ്രതിബദ്ധത ഒട്ടും കുറയുന്നില്ല കേട്ടോ. 2025 അവസാനം തന്നെ ജനറൽ ഇലക്ട്രിക്കുമായി ഏകദേശം $1 ബില്യൺ വിലയുള്ള പുതിയ കരാറിൽ കൂടി ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതിലൂടെ കൂടുതൽ 100-ലധികം എഞ്ചിനുകൾ കൂടി വാങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒടുവിൽ ചോദിക്കേണ്ടത് ഇതാണ്: എഞ്ചിൻ പ്രശ്നങ്ങളും ടെക്നിക്കൽ വെല്ലുവിളികളും മറികടന്ന തേജസ് പദ്ധതി പൂർണ്ണ വേഗത്തിലേക്ക് എത്തുമോ, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇന്ത്യയുടെ വ്യോമശക്തിയെ കൂടുതൽ ബാധിക്കുമോ? എന്തായാലും ഇല്ല എന്ന് തന്നെ നമുക്കൊരു ഉത്തരം അങ്ങ് പറയാം. കാരണം നമ്മുടെ രാജ്യത്തിന്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ തന്നെ അറിയാം, ഇതിലും വലിയ പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മുടെ രാജ്യം കുലുങ്ങിയിട്ടില്ല. പിന്നെയാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. എന്തായാലും രാജ്യം ഇതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് തന്നെ കുതിക്കും. എഞ്ചിൻ ക്ഷാമമൊക്കെ പരിഹരിക്കും. നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മൾ സ്വന്തമായി എഞ്ചിൻ നിർമ്മിക്കും. യുദ്ധവിമാനങ്ങൾ ആകാശത്ത് തലങ്ങും വിലങ്ങും പറന്ന് കളിക്കും.